ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. വാരഫലം 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1201 ആണ്ട് കുംഭമാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന വിശേഷ കാര്യങ്ങൾ: 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതിയാണ് ശിവരാത്രി മഹോത്സവം. മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഓം നമഃശിവായ ഒക്കെ ജപിക്കുന്നതും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും ദോഷങ്ങൾ മാറുന്നതിനും കഷ്ടകാലം മാറുന്നതിനും ഒക്കെ വളരെ ഉത്തമമാണ്. അതുപോലെ മറ്റൊരു പ്രധാന ദിവസമാണ് അമാവാസി. ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് അമാവാസി. അമാവാസി വ്രതം എടുക്കുന്നതും ബലിതർപ്പണാദികൾ ചെയ്യുന്നതും പിതൃക്കളെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ പിതൃദോഷങ്ങൾ മാറുന്നതിനും ശ്രേയസ്സും യശസ്സും സന്താനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുവാൻ ഉത്തമമാണ്. മറ്റൊരു പ്രധാന കാര്യം, ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ്. മഹാദേവന് ഉത്സവമാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുക, ഏറ്റുമാനൂർ പോവുക, യഥാശക്തി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുക ഏറ്റവും ഉത്തമമാണ്. ദോഷങ്ങളൊക്കെ മാറുന്നതിനും നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുന്നതിനും ഒക്കെ ഉത്തമമായിരിക്കുന്ന ഉഗ്രമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായിരിക്കുന്ന ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മിഥുനം രാശിയിൽ വ്യാഴവും, ചിങ്ങം രാശിയിൽ കേതുവും, മകരത്തിൽ ചൊവ്വായും, കുംഭത്തിൽ ആദിത്യനും ശുക്രനും ബുധനും സർപ്പനും കൂടി നിൽക്കുന്നു. മീനത്തിൽ ശനി സ്ഥിതി. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ 12 രാശികളിലായിട്ടാണ് പറയുന്നത്. 2.25 നക്ഷത്രം വീതമുള്ള 12 രാശികൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന മേടം രാശിക്കാർക്ക് പൊതുവെ വളരെ നന്നായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വാഗ്രഹം തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവർ, മിലിറ്ററിക്കാരായാലും പോലീസുകാരായാലും മെഡിക്കൽ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതികളും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാലസത വന്നു പെടാതെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ സമയം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വിജയപ്രദമായിരിക്കുന്ന അല്ലെങ്കിൽ നല്ല ഒരു ആരോഗ്യപ്രദമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനം ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉള്ള ആഴ്ചയാണ്. ഏതെങ്കിലും തരത്തിൽ ധനം വന്നു ചേരുക. അത് ജോലി ചെയ്യുന്നവരായാലും ജോലി ചെയ്യാത്തവരായാലും ഒരു ധന ആഗമന യോഗം വന്നു ചേരും. കുടുംബത്തെ ഒരു കാര്യവുമില്ലാതെ പല പ്രശ്നങ്ങൾ സൂചകമാണ്. അത് തൊഴിൽ സ്ഥാനത്തും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. എന്നിരുന്നാലും ഒരു പ്രൊമോഷൻ കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും യോഗമുണ്ട്. കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം. മിലിറ്ററിക്കാരെ, പോലീസുകാരെ, അതുപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ അനുകൂലമാണ്. കൃഷിക്കാർക്കുമൊക്കെ ഭൂമി വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ധന ആഗമന യോഗമുണ്ട്. എന്നിരുന്നാലും ദേഷ്യമൊക്കെ വർദ്ധിക്കാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല.
വാക്ക് തർക്കങ്ങൾ, ഉള്ളുകരാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ അധിക ധനവ്യയം വന്നു ചേരുവാൻ സൂചനയുണ്ട്. കുടുംബത്തെ പൊതുവെ സമാധാനപരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഒക്കെ വന്നു ചേരുമെങ്കിലും അലസത വന്നുപെട്ട് തൊഴിൽ കാര്യത്തിൽ പല വിധത്തിലുമുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത ആവശ്യമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. പിത്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനോ അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യത്തിലായാലും ദിനചര്യയുടെ കാര്യത്തിലായാലും വളരെ ശ്രദ്ധ അനിവാര്യമാണ്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം. വാക്കുകൾ ഒക്കെ പ്രയോഗിക്കുന്നത് വളരെ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക്, ധനപരമായ ഇടപാടുകൾ ചെയ്യുന്നവർ, അല്ലാത്തവർക്കും ബാധകമാണ്. കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും ഒക്കെ വളരെ ജാഗ്രത വേണം. ദമ്പതികളായിട്ടുള്ളവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ സൂചകമാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. പ്രൊമോഷൻ വന്നു ചേരുന്നതിനോ തൊഴിൽപരമായ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുള്ള ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുകയും ഒക്കെ വേണം. ആരോഗ്യം വളരെ സംരക്ഷിക്കണം. ചെറിയ അസുഖങ്ങളായാലും പെട്ടെന്ന് തന്നെ ആരംഭത്തിൽ തന്നെ ചികിത്സ തേടുന്നതാണ് ഉത്തമം. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല. പലതരത്തിലും അനൈക്യതകൾ സൂചകമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് ചിലവ് ചിലപ്പോൾ ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അതായത് വന്നു ചേരുന്ന ധനത്തേക്കാൾ കൂടുതൽ ചിലവ് വന്നു ചേരുകയും കടങ്ങൾ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. കടങ്ങൾ വർദ്ധിക്കാതെ വളരെ നോക്കണം. എങ്കിലും ചില ആഗ്രഹങ്ങൾ ദീർഘകാലമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സാധിക്കുന്നതിനും സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിനും സൂചനയുണ്ട്. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന് 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമൊക്കെയുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ പ്രായമായവർക്ക് വാദസംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുണ്ട്. തണുപ്പൊക്കെ അടിക്കാതെയും തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. അതുപോലെ തന്നെ അലർജിയുള്ള സ്ഥലത്ത് അധിക സമയം ചെലവഴിക്കാതിരിക്കുക. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട്. നല്ല ദൈവാധീനമുള്ളതിനാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹപ്രവർത്തകരെയും അതുപോലെ തന്നെ ഇടപാടുകാരെയും ഒക്കെ പ്രീതിപ്പെടുത്തുക വഴി സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരാൻ യോഗമുണ്ട്. സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും സഹായങ്ങൾ കിട്ടും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ഇന്റർവ്യൂവിലൊക്കെ പാസ്സാകുന്നതിന് അതിൽ പങ്കെടുക്കുന്നവർക്ക് യോഗമുള്ള ഒരു സമയമാണ്. കുടുംബത്തെ വളരെ സമാധാനവും സന്തോഷവുമുള്ള ആഴ്ച. ഗൃഹം പുതുക്കി പണിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തീരുമാനത്തിലെത്തുവാൻ ഒക്കെ സാധിക്കുന്ന ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായിരിക്കുകയില്ല. തൊഴിൽ രംഗത്ത് ചിലപ്പോൾ വാക്ക് പാലിക്കാൻ പറ്റാതെയൊക്കെ വരിക വഴി മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കേണ്ടതായ സൂചനയൊക്കെ ഉള്ള സമയമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും അതായത് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർക്കൊക്കെ അത്ര തൃപ്തികരമല്ല. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവ ആഗ്രഹങ്ങളും സാധിക്കുന്ന രീതിയിലാണ്. പൂർണ്ണമായ ദൈവാധീനത്തോടു കൂടിയാണ് അവിടെ വ്യാഴത്തിന്റെ സ്ഥിതി കാണുന്നത്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം. ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് ധനമൊക്കെ കരുതി വച്ചിരിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ഒരു വാഹനം വന്നു ചേരുവാനുള്ള യോഗം, അതൊക്കെ നല്ല അനുഗ്രഹമുള്ള സമയം.
ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ അങ്ങേയറ്റം ആവശ്യമുള്ള സമയമാണ്. അധിക സാഹസികത പാടില്ല. ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും, പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും പൊക്കത്തിലൊക്കെ കയറുന്നതും, അങ്ങനെ ഓരോ കാര്യങ്ങളും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനോ തൊഴിൽ നഷ്ടം വരുന്നതിനോ തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ ഓരോ വ്യക്തികളും തൊഴിൽ രംഗത്ത് അതീവ ജാഗ്രത, കൃത്യനിഷ്ഠ, സമയം പാലിക്കുക, കൃത്യസമയത്തൊക്കെ ഡ്യൂട്ടിക്ക് ഹാജരാകുകയും അലസത വെടിഞ്ഞ് കൃത്യസമയത്ത് ജോലി ചെയ്തു തീർക്കുവാൻ അധികമായ ചിലപ്പം ക്ലേശങ്ങളൊക്കെ വന്നു ചേരുക. അതായത് അധ്വാനഭാരം ഏറിയിരിക്കും. അധ്വാനത്തിനനുസരിച്ച് വേതനം കിട്ടി എന്ന് വരികയുമില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഉണ്ടാകുന്നതിന് സൂചന. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കീർത്തിയും പദവിയും ഒക്കെ വന്നു ചേരുക. തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഉണ്ടാകുക. സേവന രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഡോക്ടേഴ്സ്, അധ്യാപകര്, അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ജീവനക്കാര്, പോലീസുകാര്, മിലിറ്ററിക്കാര്, അവർക്കൊക്കെ നല്ല ഒരു ആഴ്ചയാണ്. ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കുകയും വേണം. സഹോദര സ്ഥാനികർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ അധിക നഷ്ടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ സമാധാനമുള്ള കാലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ സമയം. തൊഴിൽപരമായ ചില ക്ലേശങ്ങളും അധിക ബുദ്ധിമുട്ടുകളും ഒക്കെ സൂചകമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അനിവാര്യമാണ്. എന്നിരുന്നാലും വളരെ പ്രധാനമായ ഒരു കാര്യം, പ്രബല ഗ്രഹമായ ചൊവ്വ രാശിയിൽ ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. കായിക മേഖലയുമായി ബന്ധപ്പെട്ട, അതായത് കായിക അധ്യാപകർ, കായിക മത്സര രംഗത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുക. പോലീസുകാരെ, മിലിറ്ററിക്കാരെ, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ, സാഹസികമായ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർ അധിക സാഹസികത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ഉത്തമമായ രീതിയിൽ ഒരു ഭൂമി, അതായത് ഗൃഹം വെക്കുവാനായിട്ട്, ഗൃഹം നിർമ്മിക്കുവാൻ ഒരു ഭൂമിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതികളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലം. കടങ്ങളൊക്കെ വീടാൻ തുടങ്ങുകയോ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനൊക്കെ സൂചനയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ് ഒക്കെ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. ദൈവാധീനമൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും ദേഷ്യമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സംസാരം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം, അത് അധിക ചെലവുകളൊക്കെ വന്നു ചേരുവാൻ സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം ചിലപ്പോൾ തികഞ്ഞെന്ന് വരികയില്ല. അതിന് പിടിച്ച് ചെലവാക്കുക, അതൊക്കെ നിവൃത്തിയുള്ളൂ. വാഹന സംബന്ധമായിട്ടും പൊതുവെ നല്ല ഐശ്വര്യമുള്ള ആഴ്ച. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മെക്കാനിക്കലായാലും സ്പെയർ പാർട്സ് വിൽക്കുന്നവരോ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരോ 2, 3 വാഹനങ്ങളൊക്കെയുള്ള ട്രാവലിംഗ് പോലെയുള്ള ഏജൻസികൾ നടത്തുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പലവിധത്തിലും അകൽച്ചകളും അനൈക്യതകളും സൂചകമാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ വന്നു ചേരും. ദൈവാധീനമൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ ഉള്ള ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനി ജന്മത്തിൽ അനുഭവിക്കുന്നു.
അപ്പോൾ പല വിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങളൊക്കെ ഉള്ള സമയം, രോഗാവസ്ഥകളുള്ള സമയം, ആരോഗ്യം പൊതുവെ തൃപ്തികരമാകാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ്റെ കാര്യത്തിലായാലും ദിനചര്യയുടെ കാര്യത്തിലായാലും വളരെ ജാഗ്രത ആവശ്യമാണ്. എന്നിരുന്നാലും കുടുംബത്ത് വളരെയധികം ഐശ്വര്യം ഒക്കെ വന്നു ചേരുകയും സന്തോഷകരമായിട്ടൊക്കെ കുടുംബജീവിതം നയിക്കുവാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം, പരസ്പരം സ്നേഹത്തോടുകൂടിയൊക്കെ കഴിയുവാനായിട്ട് സാധിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനും യോഗമുണ്ട്. പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പുതിയ ജോലിയിൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഈ ആഴ്ച ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ഒക്കെ നല്ല ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെയാണ് വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക്, അതിന് വിദേശത്ത് പോകുവാൻ ഈ ആഴ്ചയൊക്കെ പോകുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ലതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ക്ലേശങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഒക്കെ മാറുന്നതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അവരവരുടേതായ രീതിയിലുള്ള ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.